എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് 1-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു എക്സാമിനേഷൻ എപ്പോഴാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. കാരണം വിദ്യാർത്ഥികളുടെ +2-ൻ്റെയും +1-ൻ്റെയും മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഡിഗ്രി പ്രവേശനത്തിനായി ഡിഗ്രി പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് എക്സാമിനേഷനിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു +2-ൻ്റെ മാർക്ക്, +2-ൻ്റെ മാർക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ +2 എക്സാമിനേഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റിന് എലിജിബിലിറ്റി ലഭിക്കുള്ളൂ. നീറ്റിന് നിങ്ങളുടെ +2-ൻ്റെ മാർക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. അതായത് 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് വേണമെന്നുള്ളത് മാത്രമാണ് നിബന്ധനയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ OBC അതുപോലെ തന്നെ NCL സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ, അതുപോലെ SC ST അതുപോലെ മറ്റ് റിസർവേഷൻ EWS പോലുള്ള റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 40% മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു പറഞ്ഞ സബ്ജക്റ്റിന് ആവശ്യമുള്ളൂ. +2-ൻ്റേത് മാത്രം, +1-ൻ്റേത് കൂട്ടാതെയാണ്. അപ്പോൾ എലിജിബിലിറ്റിക്ക് ശേഷം നിങ്ങളുടെ നീറ്റിൻ്റെ എക്സാമിനേഷൻ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതായത് ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ +2-ൻ്റെ റിസൾട്ട് ആ ഒരു ടൈമിലേക്ക് വരും. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് അതിൽ ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളത് എന്നുള്ളത് നോക്കിക്കൊണ്ടാണ്, ആ ഒരു വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വരിക. അതുപോലെ തന്നെ +2-ന് ശേഷം ഡിഗ്രി അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ +2-ൻ്റെ മാർക്കും അതിൽ ഒരു നല്ലൊരു ഘടകമാണ്. അതായത് ഈ ഒരു നിങ്ങളുടെ +2-ൻ്റെ മാർക്കും നിങ്ങൾക്ക് ഡിഗ്രി പ്രവേശനം ലഭിക്കുന്നതിൽ സഹായകമാകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കീമാണെങ്കിൽ, അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ എക്സാമിനേഷൻസ് ആയാലും നിങ്ങൾ +2-ൻ്റെ മാർക്ക് നന്നായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള പ്രവേശനം ഒക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ടിയിട്ട് മാത്രമേ വിദ്യാർത്ഥികളുടെ +2-ൻ്റെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നുള്ളൂ. ബാക്കി ഏകദേശം അധിക എക്സാമിനേഷൻസിനും ആ ഒരു എക്സാമിനേഷൻ്റെ മാർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ എലിജിബിലിറ്റിക്ക് നിങ്ങളുടെ +2 സെക്കൻഡ് ഇയറിൻ്റെ, അതായത് +2-ൻ്റെ മാത്രം മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും എക്സാമിനേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർച്ച് 1-ാം തീയതി വെള്ളിയാഴ്ച മുതലാണ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഫിസിക്സ്, അതുപോലെ സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ രാവിലെയാണ് ഉണ്ടാവുക. പല വിദ്യാർത്ഥികളും സമയം ചോദിക്കാറുണ്ട്. അപ്പോൾ 9:30 മുതൽ 12:15 വരെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുക. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉള്ള സബ്ജക്റ്റുകളായിട്ടുള്ള ബയോളജി, അതുപോലെ തന്നെ മ്യൂസിക്, ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾ 9:30 മുതൽ 11:45 വരെയായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബയോളജി സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷൻ ഏകദേശം 9:30 മുതൽ 15:55 വരെയാണ് ഉണ്ടാവുക. അതായത് സുവോളജിയും അതുപോലെ തന്നെ ബോട്ടണിയും എക്സാമിനേഷൻ ഉള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെറിയൊരു ടൈം വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൽ സാധാരണഗതിയിൽ മാറ്റങ്ങൾ വരാറില്ല. ചില അവസരങ്ങളിൽ ഏതെങ്കിലും ദിവസം എന്തെങ്കിലും ലീവൊക്കെ വരികയാണെങ്കിൽ ആ ഒരു ദിവസത്തെ എക്സാമിനേഷൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ മാത്രമേ ചേഞ്ച് വരാറുള്ളൂ. അങ്ങനെ ഈ ഒരു ടൈം ടേബിളിൽ വല്ല ചേഞ്ചസ് വരികയാണെങ്കിൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മാർച്ച് 1-ാം തീയതി വെള്ളിയാഴ്ചയുള്ള എക്സാമിനേഷൻ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അതുപോലെ തന്നെ 5-ാം തീയതിയാണ് പിന്നീടുള്ള എക്സാമിനേഷൻ. അപ്പോൾ 5-ാം തീയതിയുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹോം സയൻസ്, അതുപോലെ തന്നെ അതായത് ചൊവ്വാഴ്ചയാണ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ ചൊവ്വാഴ്ചയുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹോം സയൻസ്, അതുപോലെ ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ 7-ാം തീയതിയാണ് അടുത്ത എക്സാമിനേഷൻ ഉള്ളത്. അതായത് വ്യാഴാഴ്ചയാണ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ വ്യാഴാഴ്ചയുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയാണ്. അതിനുശേഷം 14-ാം തീയതി, അതായത് അടുത്ത വ്യാഴാഴ്ചയാണ് പിന്നീട് വരുന്ന എക്സാമിനേഷൻ ഉള്ളത്. അതിനിടയിൽ ആ ഒരു ലീവാണ്. അപ്പോൾ ആ ഒരു ദിവസം കെമിസ്ട്രി, അതുപോലെ
ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ 16-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ചയുള്ള എക്സാമിനേഷൻ ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, അതുപോലെ ജിയോളജി, അതുപോലെ അക്കൗണ്ടൻസി എന്നിവയാണ്. അതുപോലെ തന്നെ 19-ാം തീയതിയുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അതായത് 19-ാം തീയതി ചൊവ്വാഴ്ചയാണ് എക്സാമിനേഷൻ. അപ്പോൾ ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സാംസ്കൃതിക സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് ആ ഒരു 19-ാം തീയതിയുള്ള എക്സാമിനേഷൻ. 21-ാം തീയതിയുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അതായത് 21-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ 23-ാം തീയതി ശനിയാഴ്ച നടക്കുന്ന എക്സാമിനേഷനാണ് പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ആ ഒരു ദിവസം നടക്കുന്നുണ്ട് എക്സാമിനേഷൻ. അതുപോലെ 26-ാം തീയതി, അതായത് 26-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ച എക്കണോമിക്സ്, അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റം എന്നിവയാണ് എക്സാമിനേഷൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു PDF-ൻ്റെ ലിങ്ക്, അതായത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു എക്സാമിനേഷനൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ റെഗുലറായിട്ട് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരേ ദിവസം തന്നെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. നിങ്ങൾക്ക് എക്സാം സെൻറ്റർ, അതായത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് എക്സാം സെൻറ്റർ ആയിട്ടുള്ള സ്കൂൾ മറ്റേതെങ്കിലും സ്കൂൾ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ എക്സാമിനേഷൻ, ആ ഒരു സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിൽ നല്ലത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിച്ചാലാണ് നിങ്ങളുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് ഇതുപോലുള്ള പ്രവേശനത്തിനൊക്കെ നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടുള്ള അവസരത്തിൽ തന്നെ, അതായത് ആദ്യ അവസരത്തിൽ തന്നെ നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജയിക്കുമ്പോൾ കുറച്ച് മികച്ച സ്കോർ കൂടി വാങ്ങിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.